ഓ ലിഫ്റ്റിലൂടെയാണോ പോകുന്നത്? വൈ വൈ ലിഫ്റ്റ്? ഹായ്. ഓ, കൊള്ളാലോ. എന്നാലും ഞാൻ 54 കിലോ ആയില്ല ചേട്ടാ. 55 കിലോ. ദൈവമേ, 49 ഉണ്ടായിരുന്ന ഞാനാ ഇവിടെ വന്നപ്പോഴേ. അങ്ങനെ നമ്മൾ ഇത് ചെയ്ത ഫ്ലോറ് ഏതോ ഒരു ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ ഉത്രാടം ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ എന്താ ലുലുവിലേക്ക് വന്നതാണ്. ലുലു, ഇത് മനാമയിലുള്ള ലുലു ആണേ. പാർക്കിങ്ങിനുള്ള പൈസ ഇടുകയാണ്. 100 ഫീസാണ് കേട്ടോ. എന്താ പോണില്ലേ പൈസ? ഇവിടുത്തെ ഒരു എൻട്രൻസ് ഉണ്ട്, ഇതിൽ കൂടി കേട്ടോ നമ്മൾ അകത്ത് പോകാൻ പോണത്. അതാ ഒരു കുഞ്ഞു മനുഷ്യൻ ലൂണാമ ഇരുന്ന് പോണ്ട് കേട്ടോ. ആ പാർക്കിങ്ങിന് പൈസ ഇടാനുള്ള മെഷീൻ കേട് വന്നിട്ട് വേറെ മെഷീനിൽ ഇടാൻ വേണ്ടി പോയിട്ട് ഇതാ വരികയാണ്. കിട്ടിയോ? ഓ, നമ്മൾ എത്തിയിട്ടോ. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ വെയിറ്റ് നോക്കാനുള്ള ഒരു മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വെയിറ്റ് നോക്കി, ഏട്ടൻ കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ മോൻ്റെ വെയിറ്റ് നോക്കി, അവനും കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വെയിറ്റ് നോക്കുമ്പോഴത്തേനുള്ള എൻ്റെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കണേ. ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ വെയിറ്റ് കുറവായിരുന്നു, ഒരു 49 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 55 കിലോ ആയിട്ടുണ്ട്. നമ്മളിതാ പയറെടുക്കുന്നുണ്ട്, പയർ തോരൻ ഉണ്ടാക്കാൻ. എടുത്തെടുത്തോ. കാളൻ വെക്കാനായിട്ട് നമ്മളൊരു കഷ്ണം ചേന എടുക്കുന്നുണ്ട്. എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ, ഇത് പിന്നെന്താ കൈ ചൊറിയും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും മേടിക്കാറില്ല. നോർമലി ഓണത്തിനോ വിഷുവിനോ മറ്റോ മാത്രമേ മേടിക്കാറുള്ളൂ. ഇവിടെ പൂവൊക്കെ കിട്ടും കേട്ടോ, നല്ല വിലയായിരിക്കും. ഇത് വീട്ടിലിടാനായി ചെരുപ്പ്. അത് വേണം. ചോക്ലേറ്റ് മേടിക്കുന്നുണ്ട്. നമ്മൾ ഓണം കൂടുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് മേടിക്കുന്നുണ്ട്. അപ്പോൾ ആച്ചു പറയേണ്ട, ആച്ചുവിനും മിഠായി വേണമെന്ന്. ഏട്ടാ എന്തൊക്കെയോ ഇനിയും മേടിക്കുന്നുണ്ടല്ലോ. സോപ്പ് പൊടി ഏതാ മേടിക്കുക? ഇല്ല, അത് കഴിഞ്ഞു. ഇത് ഞാൻ ഇന്നും കൂടി അലക്കി, ഇന്ന് അലക്കി, ഇന്നലെ അലക്കി. നിങ്ങളൊരു സോപ്പ് പൊടി എടുത്ത വേഗം. ഏതോ എനിക്ക് വാരി കോരിയിടാനായിട്ട് ഏതെങ്കിലും ഒരു വലിയ പാക്കറ്റ് തന്നെ എടുത്തോളൂ. ഇല്ല, എടുക്കും ഇവിടെ വരില്ല. ഈ പാക്കറ്റ് പരിപ്പെടുക്കാം. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുവിധം ഗ്രോസറീസ് മേടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ മോളിലേക്ക് പോവുകയാണ് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ബാസ്ക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ അവർ ആ ഡയറക്ഷനിലേക്ക്, ഞാൻ ഈ ഡയറക്ഷനിലേക്ക് പോയിട്ടോ. ഈ ഡ്രസ്സുകൾ കണ്ടപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഏട്ടാ ഇവിടെ സാരി ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വൈറ്റ് സാരി ഇല്ല. സോ നമുക്ക് പുറത്ത് പോയി മേടിക്കണം വേറെ കടയിൽ നിന്ന്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എൻ്റെ എപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ഈ ഒരു ഡ്രസ്സ് മാത്രം കാണുന്നുണ്ടാവും. അച്ചൂന് ചെരുപ്പ് മേടിക്കുകയാണേ. മിക്കിയുടെ വേണ്ട, ഇപ്പോൾ സ്പൈഡർമാൻ്റെ ചെരുപ്പ് മതി. ചെരുപ്പ് വരെ സെലക്ഷനാണ്, മിക്കി മൗസിൻ്റെ വേണ്ട അത്രേ. കിട്ടി. എന്നിട്ട് സ്പൈഡർമാൻ്റെ ചെരുപ്പ് അത് ചെറുതാന്ന് തോന്നുന്നുണ്ട്. എന്നാ നിനക്ക് ഇഷ്ടമായത് ഏതെങ്കിലും ഇടുന്ന എടുക്ക്. ട്രാൻസാ എന്തെങ്കിലും എടുക്കുന്നു. അപ്പൊ നേരത്തെ എത്ര എടുത്ത? പക്ഷെ അവന് അത് മതി. അത് ഓക്കെയാ, എടുത്തോളൂ. ഓക്കെയാണ്. വലിയ ഭംഗിയുണ്ട്. ദിസ് ഇസ് ഫോർ അച്ചു.
ഓക്കെ ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് സാരി കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ കടയിലേക്ക് പോവുകയാണ്. യോഗട്ട് എൻ്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഗ്രീക്ക് യോഗട്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഏതെടുക്കുക ഇതെടുത്താലോ? ഇത് 200 ഫിൽസാ, അതെടുക്കുക. അതൊന്നും ഞാൻ നോക്കണില്ല. ഇത് ഫ്രഷ് ആണല്ലോ. ഇതിനൊരു ഇത് സാധാരണയായിരിക്കും, മധുരം ഉണ്ടാവില്ല. മധുരമുള്ള ഏതെങ്കിലും എടുക്കുക. അതെടുത്തോ. അതെ ഇത് എടുക്കാം. ഇത് രണ്ടും എടുക്കാം. സോ മാംഗോയോ സ്ട്രോബെറി വേഗം നടന്നോ, പപ്പയ്ക്ക് വയ്യ, ഓടിക്കോ. പപ്പയ്ക്കോ രണ്ടാമതും പോയി എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർ 5 ദിനാറ് നമുക്ക് ഓഫർ തരുന്നുണ്ട്. നമ്മളിതാ ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഉത്രാടപ്പാച്ചിന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ.